ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണവും എൻ്റെ ചെറിയ ഓർമ്മക്കുറിപ്പുകളും ഒക്കെ ആയിട്ടാ ഞാൻ വീണ്ടും ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ കാണിച്ചതുപോലെ തന്നെ കപ്പയും കുറച്ച് ചിക്കൻ കറി, നല്ല നാടൻ ചിക്കൻ കറി, പിന്നെ ചുമന്നുള്ളി ചതച്ച് പുളിയൊക്കെ ചേർത്ത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയൊരു ചമ്മന്തി, കട്ടൻ ചായ, ഇതൊക്കെയായിരുന്നു ഇന്ന് ഞായറാഴ്ച സ്പെഷ്യൽ. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഭക്ഷണത്തിനും പിറകിലും ഓരോ കഥകളുണ്ട് എൻ്റെ ജീവിതത്തിൽ. ശരിക്കും പറഞ്ഞാൽ ഈ 40കളിലൊക്കെ എത്തി നിൽക്കുമ്പോഴാണ് പഴയ കാലത്തിലേക്കൊക്കെ തിരിഞ്ഞു പോകുമ്പം ഒത്തിരി ഓർമ്മകളുണ്ട് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിന്നിലും. പിന്നെ ഇങ്ങനെ കപ്പയും ചിക്കൻ കറിയും ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം പെട്ടെന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു നവംബറിലേക്ക് എൻ്റെ ഓർമ്മ ഒന്ന് പോയി. അതിനെ ഒന്ന് വല്ലാതെ നുള്ളി നോവിക്കുകയും ചെയ്തു. വേറൊന്നുമല്ല, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഒരു നവംബർ 14 ശനിയാഴ്ച ഞങ്ങളുടെ മമ്മി ഇതുപോലെ കപ്പയും കോഴിക്കറിയൊക്കെ ഉണ്ടാക്കിയ ഒരു ദിവസം. അപ്പം ഞങ്ങളുടെ വീട്ടിൽ സാധാരണ ചിക്കൻ വാങ്ങിക്കാറില്ല. വീട്ടിൽ അത്യാവശ്യത്തിന് കോഴിയും താറാവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ മുട്ടയും ഇറച്ചിയൊക്കെ സുലഭമാണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് പറമ്പേ ഉള്ളെങ്കിലും അതിനകത്ത് എല്ലാ കാര്യങ്ങളും മമ്മി നട്ടു നനച്ച് വളർത്തുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കപ്പയും ഈ കോഴിയൊക്കെ റെഡിയാക്കി. മമ്മി കോഴിയെ പിടിക്കുന്നത് മാത്രമേ കാണുള്ളൂ, പിന്നെ ആള് ചട്ടി കിടക്കുന്നത് കാണാം. അത്രയ്ക്ക് ഫാസ്റ്റാണ് മമ്മി അതിനൊക്കെ. അപ്പൊ അങ്ങനെ ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് മമ്മി ഞങ്ങളോട് പറഞ്ഞു കുളിച്ച് റെഡിയായിട്ട് വാ എന്ന് പറഞ്ഞു. ഞങ്ങൾ കുളിച്ച് റെഡിയായി. അത് കഴിഞ്ഞ് ഞാൻ ഇന്നും ഓർക്കുന്നു, മമ്മി കുളിച്ചിട്ട് ഇങ്ങോട്ട് കയറി വരുവേ എൻ്റെ അമ്മച്ചിയുടെ ഇളയ ബ്രദർ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു അമ്മച്ചിക്ക് സുഖമില്ല, പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോവാം. അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കിയ ഫുഡ് ഞങ്ങൾ തൊട്ടിട്ട് പോലുമില്ല, കഴിച്ചിട്ടുമില്ല. അങ്ങനെ എൻ്റെ പപ്പയുടെ പെങ്ങളുടെ വീട്ടിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്, ചെട്ടുകുളകരയിലേക്ക്. അപ്പം അവർ വന്നത് അന്ന് അവർക്ക് ഈ സ്കൂൾ വാൻ പോലത്തെ മെറ്റഡോറിൻ്റെ ആണെന്ന് തോന്നുന്നു വാനുണ്ട്. അപ്പം അതിൽ വന്നിങ്ങനെ കൊണ്ടുപോകാം. ഞാൻ ഇന്നും ഓർക്കുന്നു, പോകുന്ന വഴിയിൽ എവിടെയൊക്കെ പള്ളിയും കുരിശിൻ്റെ കുരിശടിയൊക്കെ കാണുന്നു അവിടെയൊക്കെ ഞാൻ ഇവിടെ 1 രൂപ ഇട്ടേക്കാം. അന്നത്തെ കുഞ്ഞു മനസ്സാണേ, 10 വയസ്സുകാരിയുടെ മനസ്സാ. 50 പൈസ ഇട്ടേക്കാം, അമ്മച്ചിക്കൊന്നും വരുത്തില്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാ പോണേ. ശരിക്കും സിൻസിയറായിട്ട് പ്രാർത്ഥിച്ചിട്ടാ പോണേ. അപ്പം ചെന്നിറങ്ങിയത് വലിയൊരു ആൾക്കൂട്ടത്തിന് നടുവിലേക്കാ. എൻ്റെ പപ്പയുടെ പെങ്ങളുടെ വീട്ടിലേക്ക് ചെന്നിറങ്ങിയത്. ഞങ്ങളെ കണ്ടതും ആൾക്കൂട്ടം വളരെ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. ഞാൻ നോക്കിയപ്പോൾ ഈ നിലവിളിക്കുന്ന ആളുകൾക്ക് നടുവിൽ എൻ്റെ അമ്മച്ചി കരഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ ഇരിപ്പുണ്ട്. അപ്പോഴും എനിക്ക് കഥയൊന്നും പിടികിട്ടിയില്ല. പിന്നെയും കരയുന്നവരുടെ കൂട്ടത്തിൽ ഇരുന്ന് കരഞ്ഞ് ഞാനൊന്ന് ഉറങ്ങി എണീച്ച് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ചേച്ചി, എൻ്റെ പപ്പയുടെ പെങ്ങളുടെ മോൾ എന്നോട് അന്നിങ്ങനെ പറഞ്ഞ ഓർമ്മയുണ്ട്, എൻ്റെ പപ്പയ്ക്ക് ആക്സിഡന്റ് ആയെന്നുള്ള ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു. പിന്നീടും ഇതൊക്കെ അറിഞ്ഞെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് നാളുകൾ എടുത്തു എന്നുള്ളത് സത്യം. പക്ഷെ അന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം വന്നൊരു ദിവസമായിരുന്നു. എൻ്റെ പപ്പ, ഞങ്ങൾ 14-ാം തീയതിയാണ് ഇതറിയുന്നത്. അന്ന് ഫോൺ ഈ സൗകര്യങ്ങളൊക്കെ കുറവാണല്ലോ. പപ്പ മസ്കറ്റിലായിരുന്നു. 13-ാം തീയതി വെള്ളിയാഴ്ച രാത്രിയിൽ പപ്പയൊരു ആക്സിഡന്റിൽ മരിച്ചു പോകുന്നു. ഞങ്ങൾ അറിയുന്നത് 14-ാം തീയതി ഉച്ചയ്ക്കാണ്. അപ്പോൾ ഇതൊന്നും അറിയാതാ ഞങ്ങള് ഈ കോഴിയും കപ്പയും ഒക്കെ ഉണ്ടാക്കിയത്. അപ്പൊ ഇന്നും സത്യം പറഞ്ഞ കപ്പയും കോഴിയൊക്കെ മുന്നില് ആക്സിഡന്റില് ഇതിപ്പോ നവംബർ മാസമാ. ഞാൻ ഇന്ന് പ്രത്യേകിച്ച് വേറൊന്നും ഇല്ലാത്തത് കൊണ്ട് രാവിലെ നോക്കിയപ്പം ചിക്കൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ്. പക്ഷെ ഈ കോംബോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോ പെട്ടെന്ന് എൻ്റെ മനസ്സില് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ നവംബർ ഓർമ്മ വന്നു. അന്നത്തെ 10 വയസ്സുകാരി ഓർമ്മ വന്നു, മമ്മിയെ ഓർമ്മ വന്നു, എൻ്റെ കുഞ്ഞനിയനെ ഓർമ്മ വന്നു. പിന്നെ അങ്ങനെ നുള്ളി നോവിക്കുന്ന ഒരുപാട് ഓർമ്മകളാ ഇന്ന് ശരിക്കും പറഞ്ഞാല് എൻ്റെ ഫുഡ് ഡയറിയിലൂടെ പോയത്. അപ്പം ഓരോ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്ക് പിന്നിലും എനിക്ക് ഓർക്കാൻ ഒരുപാട് കഥകളുണ്ട്. ചിരിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന, എന്നെ പലത് പഠിപ്പിച്ച, എന്നെ കരയിപ്പിച്ച ഒരുപാട് മൊമെന്റ്സ് എൻ്റെ ജീവിതത്തിലുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ വീണ്ടും നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുഞ്ഞിക്കഥകളിലൂടെ, കുഞ്ഞോർമ്മകളിലൂടെ കടന്നു പോകാം. അപ്പം വീണ്ടും കാണും വരെ ബൈ.